പ്രഭാതഭേരി. ഒരു കുഞ്ഞു വേണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ആ സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യുന്ന നിരവധി ദമ്പതികൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ആ യാത്ര എല്ലായ്പ്പോഴും സുഗമമാകണം എന്നില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 15% ദമ്പതികൾ വന്ധ്യത എന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവരാണ്. തെറ്റിദ്ധാരണകളും അപ്രഖ്യാപിതമായ സാമൂഹിക സമ്മർദ്ദങ്ങളും പലരെയും ഈ പ്രശ്നത്തിന് പരിഹാരം തേടുന്നതിൽ നിന്ന് വിലക്കുന്നു. ഹോർമോൺ ചികിത്സ, ശസ്ത്രക്രിയകൾ, IVF പോലുള്ള അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് സാങ്കേതിക വിദ്യകൾ എന്നീ പരിഹാരമാർഗങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു രോഗാവസ്ഥ എന്ന നിലയിലല്ല, ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ആരോഗ്യപരമായ വെല്ലുവിളി എന്ന നിലയിലാണ് വന്ധ്യത എന്ന പ്രശ്നത്തെ ദമ്പതികളും പൊതുസമൂഹവും മനസ്സിലാക്കേണ്ടത്. വൈദ്യശാസ്ത്രപരമായി എന്താണ് വന്ധ്യത? വന്ധ്യത എന്നത് ഒരു വർഷമോ അതിൽ കൂടുതലോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും ഗർഭം ധരിക്കാനോ നിലനിർത്താനോ കഴിയാത്ത അവസ്ഥയാണ്. ഗൈനക്കോളജിസ്റ്റും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അനുപമ എസ്. ഇന്ത്യയിൽ വന്ധ്യതാ നിരക്ക് വർദ്ധിച്ചു വരികയാണ്. സൗത്ത് ഇന്ത്യയിൽ, പ്രധാനമായും കേരളത്തിൽ അതിന്റെ നിരക്ക് വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ 27.5 ദശലക്ഷം ദമ്പതികളിൽ വന്ധ്യത കാണപ്പെടുന്നു. ഇതിനൊരു പ്രധാന കാരണം ജീവിതശൈലി ഘടകങ്ങളാണ്. അമിതഭാരം, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, വ്യായാമം ഇല്ലായ്മ, പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയാണ് അതിൽ ചിലത്. ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നത് വഴി നമുക്ക് PCOD, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം എന്നിവയുടെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും. ഗർഭധാരണം വൈകിപ്പിക്കുന്നത്, പ്രധാനമായും 35 വയസ്സിന് ശേഷമാക്കുന്നത് ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു കാരണമാണ്. 35 വയസ്സിന് മേലെ പ്രായമുള്ളവരും ആർത്തവം കൃത്യമായി വരാത്തവരും PCOD, എൻഡോമെട്രിയോസിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവരും ഒരു വർഷം വരെ കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ബേസ് ലൈൻ ബ്ലഡ് ടെസ്റ്റുകളും സ്കാനും ബീജപരിശോധനയും നടത്തുന്നത് അഭികാമ്യമാണ്. വന്ധ്യതയിലേക്ക് നയിക്കാനിടയുള്ള സ്ത്രീകളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാൻ പല കാരണങ്ങളും ഉണ്ട്. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദീപ്തി ഡി നായർ. പ്രധാനപ്പെട്ട ഒരു കാരണം ഓവുലേഷൻ, അതായത് അണ്ഡോത്പാദനം നടക്കാതിരിക്കുക. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ കാരണങ്ങൾ PCOD എന്ന അസുഖം, പിന്നെ തൈറോയിഡിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് തൈറോയിഡ് ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും ഇങ്ങനെ ഓവുലേഷൻ ഉണ്ടാവാതിരിക്കാം. പിന്നെ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുമ്പോഴാണ് ഓവുലേഷൻ നടക്കാതിരിക്കുന്നത്. വേറെ കാരണങ്ങൾ ട്യൂബിൽ ഉണ്ടാവുന്ന ബ്ലോക്ക്, അതായത് നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടാവാം. അത് ഇൻഫെക്ഷൻ കാരണമാവാം. മുമ്പ് സർജറീസ് ഉണ്ടായ ആൾക്കാർക്ക് അങ്ങനെ വരാം. അല്ലെങ്കിൽ ചില അസുഖങ്ങൾ, അതായത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖങ്ങളിലൊക്കെ ഈ ട്യൂബില് ബ്ലോക്ക് കാരണം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. പിന്നെ യൂട്രസ്, ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന കോസ്, അതായത് ജന്മനാൽ ചിലപ്പോൾ ഗർഭപാത്രത്തിന്റെ രൂപത്തിൽ വ്യത്യാസം ഉണ്ടാവാം, ഷേപ്പിന് വ്യത്യാസം ഉണ്ടാവാം, അങ്ങനത്തെ കോസസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ മുഴകൾ, ഫൈബ്രോയിഡ് ദശകൾ, അത് ആ സ്പേസ് അവിടെ ഓക്യുപ്പൈ ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് പ്രഗ്നൻസി പിടിക്കാത്തതുമായിരിക്കാം. ഇപ്പൊ ഫൈബ്രോയിഡ് ഉണ്ടാവാം, പോളിപ്പ് ദശ, അതൊക്കെ ഒരു കാരണമാണ്. പിന്നെ ഗർഭാശയ ജലത്തിലും അവിടുത്തെ ഹോർമോണുകളും അവിടുത്തെ സെർവിക്സ് അതിന് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ കാരണവും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. കൗമാരപ്രായത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ജീവിതശൈലിയാണ്. ഇപ്പോൾ കുട്ടികൾ കൂടുതൽ നേരം പഠിക്കുന്നു, കൂടുതൽ TV സ്ക്രീൻ അല്ലെങ്കിൽ മൊബൈലിന്റെ മുമ്പിൽ ഇരിക്കുന്നു. അപ്പൊ അവർക്ക് അധികം വണ്ണം വെക്കുന്നു. എണ്ണ പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് അവർക്ക് PCOD, തൈറോയിഡ് പ്രോബ്ലംസ്, പ്രൊലാക്റ്റിൻ കൂടുതൽ, അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നു. അപ്പൊ നമ്മുടെ ജീവിതശൈലിയാണ് ഈ ഒരു പ്രായത്തിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നത്. കാരണം ഈ PCOD ഒക്കെ പിന്നീട് ചെന്ന് നമ്മളിത് ശ്രദ്ധിക്കാതെ, അത് നോക്കാതെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും മാറ്റാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് പിന്നീട് പോയിട്ട് നമ്മുടെ പീരിയഡ്സിനെ ബാധിക്കും. പിന്നെ ഒരു 40 വയസ്സൊക്കെ ആവുമ്പോൾ പ്രമേഹം, സമ്മർദ്ദം, പിന്നെ എൻഡോമെട്രിയത്തിൽ ഉണ്ടാവുന്ന ക്യാൻസർ, അതൊക്കെ ഉണ്ടാവാം. പുരുഷന്മാരിൽ കാണപ്പെടുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. ഈ പുരുഷ വന്ധ്യതയ്ക്ക് പല കാരണങ്ങളുണ്ട്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സാജു PR. കോമൺ ആയിട്ട് പറയുന്നത് മംസ് മുതലായ ഇൻഫെക്ഷൻസ് ആണ്. ഇവ 2 ടെസ്റ്റിസിനെയും ബാധിക്കുന്ന അവസ്ഥ വരുമ്പോ ഇൻഫെർട്ടിലിറ്റി, അതായത് സ്പെർംസിനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് ഭാവിയിൽ ഇപ്പൊ ചെറുപ്പകാലത്ത് മംസ് വന്ന് ബയലാറ്ററലായിട്ട് 2 ടെസ്റ്റിസിനെയും വൃഷണങ്ങളെയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ വരാനായിട്ട് ഇൻഫെർട്ടിലിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജന്മനാ കിട്ടിയ ചില കൺജനിറ്റലായിട്ട് സർട്ടോളി സെൽ ഓൺലി സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞുള്ള കാരണങ്ങളുണ്ട്. അതുപോലുള്ള പല കണ്ടീഷനുകളിലും ജന്മനാ തന്നെ ഈ സ്പെർംസ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ
സെപ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ, അതായത് ഇന്റർസെക്സ് പുരുഷനും സ്ത്രീയും ഇടയ്ക്കുള്ള ജനറ്റിക് അവസ്ഥ, അപ്പൊ അങ്ങനെയുള്ള പല കണ്ടീഷനുകളിൽ ഈ സെമൻ ഉത്പാദനത്തെ അത് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ചിലതില് വാസ് ഈ സെമൻ ഉത്പാദിപ്പിച്ചാലും അതിഞ്ഞ് ടെസ്റ്റിസിൽ നിന്ന് പ്രോസ്റ്റേറ്റ് വഴി ഇജാക്കുലേഷൻ സമയത്ത് നമ്മുടെ മൂത്രനാളിയിലേക്ക് തള്ളപ്പെടണം. അപ്പൊ ആ ഒരു ട്രാക്റ്റിൽ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നാൽ, അടവ് വന്നാൽ തന്നെ സെമൻ വെളിയിലേക്ക് എത്തത്തില്ല. അപ്പൊ ആ കണ്ടീഷനിലും ഈ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. ചില ആൾക്കാർക്ക് 10-15% വരെ ആൾക്കാർക്ക് അവരുടെ സ്പേംസ് ചിലപ്പോ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. മനുഷ്യ ശരീരത്തിലെ ഹോർമോൺ തകരാറുകളാണ് വന്ധ്യതയിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. പ്രധാനമായിട്ട് വന്ധ്യതയും സ്ത്രീകളും തമ്മിലുള്ള അസുഖങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 3 അസുഖങ്ങളാണ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ടിറ്റു ഉമ്മൻ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത്. 1 പോളിസിസ്റ്റിക് ഓവറി അസുഖം, 2 പ്രൊലാക്റ്റിന്റെ വ്യതിയാനങ്ങൾ, 3-മത്തേത് തൈറോയിഡിന്റെ അസുഖങ്ങൾ. പോളിസിസ്റ്റിക് ഓവറി അസുഖം പലപ്പോഴും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്നതാണെങ്കിലും അമിതവണ്ണം അതിനകത്തൊരു സുപ്രധാനമായിട്ടുള്ള ഘടകമാണ്. അങ്ങനെ വരുമ്പോൾ അത് ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും അത് വന്ധ്യതയ്ക്ക് ഒരു കാരണമാവാം. പ്രൊലാക്റ്റിൻ കൂടുമ്പോഴും ഇതേ പ്രശ്നം തന്നെ വരാം. തൈറോയിഡിന്റെ അസുഖം വരുമ്പോഴും ഇതുപോലെ ആർത്തവക്രമം തെറ്റുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. എൻഡോക്രൈൻ കാരണങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ കാരണങ്ങൾ കൊണ്ടുള്ള വന്ധ്യതയുടെ പ്രശ്നത്തിനുള്ള ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതും ഈ വന്ധ്യതയുടെ പ്രശ്നം നമുക്ക് മരുന്നുകളിൽ കൂടെയും മറ്റ് ജീവിതശൈലിയിലുള്ള വ്യത്യാസം വരുത്തി നേരെയാക്കാനുമുള്ള ഒരു സാധ്യത കൂടുതലുള്ള കാരണങ്ങളാണ്. കറക്റ്റ് സമയത്ത് തന്നെ ഡോക്ടറുടെ ഉപദേശം തേടുകയും കറക്റ്റായിട്ടുള്ള മരുന്നുകൾ എടുക്കുകയും ജീവിതശൈലിയിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ വരുത്തിയാലും ഈ പറഞ്ഞ ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടുള്ള വന്ധ്യത ഒരു പരിധി വരെ നമുക്ക് നേരെയാക്കാനും അതിൽ വന്ധ്യതയുടെ ചികിത്സകൾക്ക് നല്ല റിസൾട്ട് കിട്ടാനും ഭാവിയിൽ കുഞ്ഞുണ്ടാവുന്നതിനും ഒന്നും തടസ്സമൊക്കെ മാറ്റാനും ഒക്കെ സാധിക്കുന്നതാണ്. നമ്മുടെ ഭക്ഷണ രീതിയിലെ മാറ്റം ഹോർമോൺ തകരാറുകളിലേക്കും മറ്റ് അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. അപ്പൊ എന്ത് തരം ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്? പോഷകാഹാര വിദഗ്ധയായ ഡോക്ടർ അനിത മോഹൻ. മുഴുവൻ ധാന്യങ്ങൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മുഴുവൻ ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ മെയ്ത പോലുള്ളത് കുറച്ച്, ആട്ട പോലുള്ള സാധനങ്ങൾ, ഗോതമ്പിലാണെങ്കിൽ, അരിയാണെങ്കിൽ അതുപോലെ തവിട് കൂടുതലുള്ള അരി കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ഇപ്പൊ പ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിന് മാംസ്യം വളരെയധികം ആവശ്യമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ നോൺ വെജിറ്റേറിയൻ കൂടുതൽ കഴിക്കാതെ നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പയറ്, പരിപ്പ്, കടല ഇങ്ങനെയുള്ള ഭക്ഷണ വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഒരു മെഡിറ്ററേനിയൻ ഡയറ്ററി എന്ന് നമ്മൾ പറയും. അതായത് മുഴുവൻ ധാന്യങ്ങൾ, പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അണ്ടിപ്പരിപ്പുകൾ, നട്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് ലഭിക്കുന്നു. മത്സ്യം ഉപയോഗിക്കുക. വലിയ മത്സ്യങ്ങളെക്കാൾ ചെറിയ മത്സ്യങ്ങൾ, അതിനകത്ത് omega-3 ഫാറ്റി ആസിഡ് ധാരാളമുണ്ട്. പ്രോസസ്ഡ് ഫുഡ്, സംസ്കരിച്ച ഭക്ഷണ വസ്തുക്കൾ കഴിയുന്നതും കുറയ്ക്കുക, ഒഴിവാക്കാൻ തന്നെ നോക്കുക. ഇപ്പൊ ഹോർമോൺ പ്രൊഡക്ഷന് വേണമെന്നുണ്ടെങ്കിലും ശരിയായ ആഹാര രീതി, ധാരാളം പോഷകങ്ങൾ അതിനും ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക. സുദീർഘമായ കാലയളവും വിവിധ വിഭാഗത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടലും വന്ധ്യതാ ചികിത്സയ്ക്ക് പലപ്പോഴും ആവശ്യമായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രൊഫഷനാണ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കറായ സേവ്യർ കുട്ടി ഫ്രാൻസിസ്. ഇൻഫെർട്ടിലിറ്റി ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ദമ്പതികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുകയാണ് പ്രധാനമായിട്ടും ക്യാപ്സ് സോഷ്യൽ വർക്കേഴ്സ് ഉദ്ദേശിക്കുന്നത്. അവരെ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ വളരെ മാനുഷിക പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഇൻഫെർട്ടിലിറ്റി എന്ന പ്രശ്നം നേരിടുന്ന കപ്പിൾസ്. അപ്പൊ അവരെ ഏറ്റവും പോസിറ്റീവായ ഒരു ചിന്താഗതിയിലേക്ക് നയിക്കുക. അനിശ്ചിതത്വവും ആകാംക്ഷയും ഒരുപോലെ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ ദമ്പതികൾ കടന്നുപോകുമ്പോൾ പൊതുസമൂഹത്തിന്റെ പിന്തുണ വളരെ പ്രധാനമാണ്. ഒരു ദാമ്പത്യ ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിൽ കാലതാമസം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. സൈക്കോളജിസ്റ്റ് ഡോക്ടർ LR മധുജൻ. എന്താണ് വൈകുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചികിത്സ എന്തായി തുടങ്ങിയ ചോദ്യങ്ങൾ അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അത് കടുത്ത മാനസിക വേദന അവർക്കുണ്ടാക്കും. ഇങ്ങനെ വരുമ്പോൾ മനഃശാസ്ത്രപരമായി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് DBT അഥവാ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയാണ്. ആ തെറാപ്പിയുടെ അടിസ്ഥാന തത്വമായ അംഗീകാരം അഥവാ വാലിഡേഷൻ എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ്. സാരമില്ല, ചികിത്സിച്ചാൽ മാറും എന്ന ഉപദേശം അവരുടെ ആ നിമിഷത്തെ ദുഃഖത്തെ അസാധുവാക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പം നിരന്തരമായ ഈ അസാധുവാക്കലുകൾ അഥവാ റിപ്പീറ്റഡ് ഇൻവാലിഡേഷൻ വൈകാരിക ദുർബലതയിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ മനഃശാസ്ത്രപരമായി ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ത് ചെയ്യേണ്ടതുണ്ട്,
അനിവാര്യമാണ്. അപ്പോൾ ഒരു സമൂഹം ഒരു സുരക്ഷിത വലയം അവർക്ക്, ഈ ദമ്പതിമാർക്ക് കൊടുക്കുക എന്നതാണ് വേണ്ടത്. ചില ചോദ്യങ്ങൾ ഒഴിവാക്കുക. എന്തായി ചികിത്സ, എന്തുകൊണ്ട് കുട്ടികളായില്ല, ഇനി ഏതെങ്കിലും തരത്തിൽ സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ അവരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നൊരു വാക്കുപോലും ചിലപ്പോൾ അവർക്ക് വലിയ ആശ്വാസമാകും. ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സേവനം അനിവാര്യമാണ് എന്നുള്ളതാണ്. വികസിത രാജ്യങ്ങളിലൊക്കെ ഇതുണ്ട്, അതുപോലെ ഇവിടെയും നമുക്കത് ആവശ്യമാണ്. പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാരെ തളർത്തുന്ന ചോദ്യങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്ന ഒരടുത്ത ബന്ധുവോ അഭ്യുദയകാംക്ഷിയോ ആകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. സഹജമായ രക്ഷാകർതൃത്വം അസാധ്യമെന്നു വരുന്ന സാഹചര്യത്തിൽ ദത്തെടുക്കൽ പോലുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതിനെക്കുറിച്ച് ദമ്പതികൾക്ക് ചിന്തിക്കുകയുമാവാം. ഒരു ചെറുചിരി കാത്തിരിക്കുന്ന എല്ലാ ദമ്പതികൾക്കും ആശംസകൾ. പ്രഭാതഭേരി.